ലാസ്റ്റ് മൂവിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ. പോയിട്ട് വരാം. ജോജോ കേൾക്കാവോ? ഹലോ ആരിഫ്. ആ പറയൂ. ആരിഫിന്റെ പ്രോഗ്രാം ഞാൻ ഡെയിലി കാണാറുണ്ട്, എപ്പോഴും ഇടുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഓക്കെ, ആ താങ്ക് അപ്പൊ യു. ഈ പേരിലല്ലെന്നേ ഉള്ളൂ കേട്ടോ. ആ ഹാ. ഡെയിലി കാണാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാല് പിന്നെ ആ. ഈ വിഷയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ, കാരണം പണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ പണ്ടൊക്കെ ഞങ്ങള് സ്കൂളിലും പിന്നെ ഒരു നാട്ടിൻപുറത്തുനിന്നാണ് ഞാൻ വളർന്നത്. അപ്പൊ അവിടെയൊന്നും ആരും ഇങ്ങനെ അത്യാവശ്യത്തിന് ആരെങ്കിലും ഒക്കെ തട്ടമിടുന്നത് കാണുന്നതല്ലാതെ പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ അവിടെ പരിസരത്തുള്ളവരൊക്കെ വരും, ഉത്സവത്തിന് വരും. പിന്നെ തിരിച്ചും അതുപോലെ തന്നെ എല്ലാവരും അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആർക്കും അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം എന്റെ നാട്ടിൽ പോകുമ്പോ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ് കാണുമ്പോഴത്തേക്ക്. കാരണം ഈ കൈവിരൽ പോലും പുറത്ത് കാണിക്കാതെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അവിടെ. ഫുൾ പർദ്ദ, ഫുൾ പർദ്ദ. അല്ല പേടിയല്ല ആവുന്നു. ഞാൻ ആലോചിക്കുകയാണ്, എന്ന് വെച്ചാൽ അതില് ഒന്ന് എന്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇതേപോലെ ബസ് സ്റ്റോപ്പിൽ അവൾക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായി, ഞാനെന്തോ സാധനം വാങ്ങിക്കാൻ, ആപ്പിളോ എന്തോ വാങ്ങിക്കാനായിട്ട് പോയതാ. എന്നെ കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് എന്റെ പേര് വിളിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എനിക്കിത് ആരാന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി കണ്ണിന്റെ പുറത്ത് നെറ്റാണ്. ആ അപ്പൊ അപ്പോൾ പറഞ്ഞു എനിക്ക് എന്നെ ഓർമ്മയില്ല, ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു ഇതെന്താ ഇത് സംഭവം? കാരണം സ്കൂളിൽ ഭയങ്കര തീപ്പൊരിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ആളാണ്. പ്രസംഗ മത്സരത്തിനും ഒക്കെ പ്രൈസ് വാങ്ങിച്ച ആളാണ്. അപ്പം പറഞ്ഞു അല്ല ഇതിങ്ങനെയാണ്. അപ്പൊ നമ്പറൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ അധികം നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പബ്ലിക്ലി പിന്നെ അവളും കുറച്ച് അൺകംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളെ മുഖത്തെ ഷോക്കും നമ്മളെ മുഖത്തെ ടെൻഷനും ഒക്കെ കണ്ടപ്പോ അവളും ഓക്വേർഡായി. അപ്പൊ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ നമ്പറിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ വൈകുന്നേരം അവള് വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നെ കണ്ടിട്ട് ഇതാ ഒരുമാതിരിയായിട്ട്. നമ്മൾ ഇതെന്താ ഈ വേഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ അപ്പോൾ പറഞ്ഞ അല്ല, അവളുടെ ഫാമിലി, അവള് കല്യാണം കഴിച്ചു പോയ വീട്ടിൽ അങ്ങനെയാണ്. അപ്പം ഇത് എങ്ങനെ ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവള് പറഞ്ഞു അത് നമ്മുടെ മതം. അവളിങ്ങനെ കുറെ മതത്തിനെ കുറിച്ച് കുറെ ക്ലാസ് എനിക്ക് എടുത്തത്. എനിക്കത് ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ആരും മതം സംസാരിക്കുന്ന ആൾക്കാരായിരുന്നില്ല, ഒരു മതത്തിനെ കുറിച്ചും സംസാരിക്കാറില്ലേ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കൂടെ തന്നെ പഠിച്ച ഒരു കുട്ടിക്ക് ഇത്രയും മാറ്റം വരുന്നു പറഞ്ഞപ്പോ അത് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു എനിക്കത്. അത് ശരിക്കും എന്നെ ഒരുപാട് അലട്ടിയ സംഭവം. അത് മാത്രമല്ല വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് അതൊന്ന്. രണ്ട്, ഈ ഇവിടെ നമ്മള് അയ്യപ്പ പ്രശ്നം നടന്നതിന് ശേഷം ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന് പറഞ്ഞ് അത് ഇങ്ങനെ ഫോഴ്സിബിളി അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു വേറെ സംഭവം എന്ന് പറഞ്ഞാല് മീഡിയോക്കർ ആയിട്ട് ചിന്തിക്കുന്ന ഹിന്ദുക്കളാണ്. പൊതുവെ ഹിന്ദു വീടുകളിൽ ഈ മതം സംസാരം ഇല്ല. കാരണം ആർക്കും ഒന്നും അറിയില്ല. നമ്മുടെ മുതിർന്നവർക്ക് വലിയ അറിയാമെങ്കിൽ വല്ല മഹാഭാരതത്തിന്റെയോ രാമായണത്തിന്റെയോ കഥ പറഞ്ഞു തരുന്നതല്ലാതെ പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ ജനറേഷനിലൊക്കെ ഉണ്ടായിരുന്നു വിളക്ക് കത്തിച്ചാൽ നാമം ജപിക്കണം എന്ന്. ഞങ്ങളാരും ഞങ്ങളെ കുട്ടികളോട് ഇതൊന്നും സംസാരിക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വളരെ ഒരു 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 മിഡിൽ ലെവലിൽ ചിന്തിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തവർ വരെ ഭയങ്കര എക്സ്ട്രീം ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവരെല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ബാക്കിയുള്ളവർ ഇത് ചെയ്യുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. മറ്റു മതങ്ങളുടെ എക്സ്ട്രീമിസം കാണിച്ചിട്ടാണ് ഹിന്ദുക്കൾ വരെ എക്സ്ട്രീം ആകാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഞാനിപ്പോ എന്താ മനസ്സിലാക്കുന്നത്, ഇതൊരു ഫൈറ്റ് നടക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ആവാൻ പോണേന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. ഹു ക്യാൻ ബി മോർ എക്സ്ട്രീം, അല്ലെങ്കിൽ ഞാൻ ആരാണ് ഏറ്റവും കൂടുതൽ റാഡിക്കൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു വല്ലാതെ തന്നെ ശരിക്കും എനിക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ ഇത് നടക്കുന്നത്, ഇത് ഒരു സേഫ് എൻവയറമെന്റ് പോലും ആണോ എന്ന് തന്നെ സംശയം. കാരണം കുട്ടികൾ പോലും സ്കൂളിൽ പോലും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ മകനോട് ഒരു മുസ്ലിം കുട്ടി പറഞ്ഞതാണ് എന്റെ ദൈവമാണ് വലുത്, നിന്റെ ദൈവമല്ല വലുത്. എന്റെ മകൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താ സംഭവം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്താ സംഭവം ഇത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അതെ, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആ പയ്യന്റെ ദൈവം തന്നെയാ വലുതെന്ന് നീ സമ്മതിച്ചു കൊടുത്തേക്ക്, തീർന്നില്ലേ പ്രശ്നം. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ. ഞാൻ പറഞ്ഞു നമ്മളെ ദൈവങ്ങളെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ ദൈവങ്ങളാൽ വരുന്നത് നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോ ഇത്രയും ദൈവങ്ങളെ കാണുന്നതിന് കൂടെ ഒരു ദൈവം കൂടെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്
അവിടെ അതവിടെ തീരില്ല. തീരുന്നില്ല, അതാണ്. അതെ സമ്മതിച്ചു കൊടുത്താൽ എന്നാ പിന്നെ ഇങ്ങോട്ട് പോരെന്ന് പറയാം അടുത്തത്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികളെ പോലും നമുക്കത് പറഞ്ഞു മനസ്സിലാക്കാന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഇത്രയും ഒരു ഫോർമേറ്റീവ് ഇയേഴ്സിൽ ഉം. അവരുടെ മനസ്സിൽ ഇത്രയും ഒരു വിഷം, അത് എല്ലാ മതക്കാരുടെയും ഞാൻ പറഞ്ഞ ഒരു റിയാക്ഷൻ ആണ്. ഇപ്പൊ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഹൈപ്പർ റാഡിക്കലൈസേഷൻ നോട്ട് ഓൺലി ഈ നമ്മൾ ഈ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഓരോ ഫാമിലിയിലും റാഡിക്കലൈസേഷൻ കൂടിക്കൊണ്ടുവരേക്കാണ്. അപ്പൊ അതിനൊരു റിയാക്ഷൻ ആയിട്ട് സമൂഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റു മതങ്ങളും റാഡിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? അബ്സല്യൂട്ട്ലി. മറ്റു മതങ്ങളും അതിനെ കൗണ്ടർ ചെയ്യാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ വറി ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. എന്താണ് അവര് എല്ലാവരും കൂടെ ഇനി ഒപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. വേറൊരു കാര്യം ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മള് പണ്ടൊക്കെ യൂറോപ്പിലൊക്കെ ടൂറിന് പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ വളരെ മനോഹരമായ പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരുമായിരുന്നു. ഇപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും യൂറോപ്പിലൊക്കെ പോകും. കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷൻ എന്റെ ഒരു കൂട്ടുകാരി യൂറോപ്പിൽ ടൂറിന് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു. പ്രധാനപ്പെട്ടത് പാരീസ്. അവിടെ പറയാ ഇത് പാരീസ് അല്ല, ഇത് തമ്പാനൂരാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം അതിന്റെ ലാൻഡ്സ്കേപ്പേ മാറി. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, അമേരിക്കയിലൊക്കെ ഇമിഗ്രേഷനെ ചൊല്ലി പല വെസ്റ്റേൺ കൺട്രീസിലും ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഒരു വേവ് ഓഫ് റൈറ്റ് വിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇപ്പൊ നടന്ന നെതർലൻഡ്സിൽ നടന്ന ഇതിലായാലും ശരി, പുതിയ ഡച്ച് പ്രസിഡന്റ് എക്സ്ട്രീം റൈറ്റ് ആണ്, മനസ്സിലായില്ലേ? ഇവർ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്ത് ഭയങ്കരമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത്, കാരണം അവര് പറയുന്നത് അവരുടെ സമൂഹത്തിന്റെ ബേസിക് ഫാബ്രിക് മാറി എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ലണ്ടൻ ഒരു ഇസ്ലാം സിറ്റി ആവാൻ പോവേണേ 2030 എന്നൊക്കെ പറഞ്ഞ, എനിക്കറിയില്ല ഫിയർ മോങ്കറിങ് ആണോന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇപ്പം അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല, അപ്പൊ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നപ്പോ അവളും പറഞ്ഞത് ഇതാണ് വെച്ചാൽ, പണ്ടത്തെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല. പിന്നെ അത് മാത്രമല്ല, ഇത് ഏതോ നമ്മുടെ നാടുകളിൽ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മള് വേറെ ഏതെങ്കിലും ഒരു പ്രാകൃതമായ ഒരു ദേശത്ത് നടക്കുന്നത് പോലെ ആൾക്കാരുടെ നോട്ടം, ആൾക്കാരുടെ വർത്തമാനം. നമ്മൾ ഇന്ത്യക്കാർക്ക് പിന്നെ അറിയാം, പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഒരു ജനറൽ സെൻസ് ഓഫ് അൺസേഫ്നെസ് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ഫീലിംഗ്. അപ്പം ഇത് എവിടെ നമുക്കൊക്കെ നിങ്ങളിപ്പം യുവർ ഡൂയിങ് ഭയങ്കര ബ്രേവ് വർക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കും, ഇനി എന്താ ആരായിരുന്നു നിങ്ങളെ ഉപദ്രവിക്കാൻ പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയാറുണ്ട്, ഇതിപ്പോ ഈ ഇത് കളിച്ച് ഇതിപ്പോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ബ്രേവ് വർക്ക് ചെയ്യുന്നു. പക്ഷെ ഐ എം ആസ്കിങ്, ഇതിൽ എന്താണ് ഒരു സൊല്യൂഷൻ? നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്പർ 1 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ പാടില്ല, ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, ഇത് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയാവും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നിടത്ത് നമ്മളത് അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഇത് പറയേണ്ട വിഷയമാണ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ മുന്നിലുള്ള പോംവഴി. അതിന് ഇന്ത്യയിലായതുകൊണ്ട് ഇവിടുത്തെ ഈ ജനാധിപത്യ ഒരു സംവിധാനം, ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന സംഗതിയെ പരമാവധി ഉപയോഗപ്പെടുത്തുക, നമ്മളുടെ കത്തി വീഴുന്നത് വരേക്കും. അത്രയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന മുസ്ലിംസ് ഉണ്ടാവില്ലേ? മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവില്ലേ നിങ്ങളായിട്ട്? ആ മോഡറേറ്റ് ആയിട്ടുള്ളവർ എന്ത് ക്രിട്ടിക്കൽ ആയിട്ട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ നമ്മളിപ്പം ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിലത്തേക്ക് ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഹിന്ദു തന്നെ പറയും, നമ്മൾ തന്നെ പറയും ഇത് വെറും ആവശ്യമില്ലാത്ത പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത്, നിർത്തിക്കൊന്ന് പറയും, മനസ്സിലായി? കാരണം ഭയങ്കരമായിട്ട് ഹൈപ്പർ റാഡിക്കലായിട്ട് സംസാരിക്കുന്ന ഹിന്ദുസിനെ പിടിച്ച വളരെ മൈനോറിറ്റിയാണ്, അവരെ പിടിച്ചു നിർത്തുന്നത് ഈ മോഡറേറ്റ് ഹിന്ദുസ് ആണ്. കാരണം നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ പറയും ഇത് ഇവിടെ സംസാരിക്കണ്ട, ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യണ്ടെന്ന് പറയും. കാരണം ചിലപ്പോൾ മറ്റു ആൾക്കാരായിരിക്കും അവിടെ ഇരിക്കുന്നത്, ചിലപ്പോൾ മറ്റു മതക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയും അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഇവിടെ അങ്ങനെ ഒരു സംസാരം ഉണ്ട്, മിക്കവാറും ഉണ്ടാവാറില്ല. ബട്ട് ഞാൻ ചോദിക്കുന്നത് മോഡറേറ്റ് മുസ്ലിംസ് എന്തുകൊണ്ട്? ബിക്കോസ് അവർക്ക് ഇവിടെ ഒരു കംഫർട്ടബിൾ ലൈഫ് ഉണ്ട്, അല്ലേ? ഇന്ത്യയിൽ ഒരു കംഫർട്ടബിൾ ലൈഫ്. അതിനൊരു ചെറിയൊരു ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഇപ്പോൾ തുടക്കത്തിലൊരു സുഹൃത്തിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, അതെ, ആ സുഹൃത്ത് മോഡറേറ്റ് മുസ്ലിം ആണോ? അല്ലേ? ആയിരുന്നു. ഇപ്പം അവളുടെ വർത്തമാനം കേട്ടിട്ട് അത്ര മോഡറേറ്റ് അല്ല. അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ആരാണ് മോഡറേറ്റ്, ആരാണ് മോഡറേറ്റ് അല്ലാത്തത്? നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? മോഡറേറ്റ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരുടെ മതം അവർ വിശ്വസിക്കുന്നുണ്ട്, അതിലൊരു പ്രശ്നമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ നിങ്ങൾ എന്താണോ വിശ്വസിച്ചത് അതൊക്കെ ശരി, അതൊക്കെ ശരി. അതെങ്ങനെ തിരിച്ചറിയുന്നത് ഞാൻ ചോദിക്കുന്നത്. ലൈക്ക് ഫോർ ഔട്ട്സൈഡ്
for an കണ്ടിട്ട് outsider. തിരിച്ചറിയുന്ന Yeah. കാര്യമാണോ ചോദിക്കുന്നത്? കണ്ടിട്ടോ കൊണ്ടിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു മുസ്ലിം പ്രോബബ്ലി ഇപ്പൊ അവരുടെ ഡ്രസ്സിങ്ങിലോ അവരുടെ നിങ്ങളുടെ അവരുടെ മുന്നിൽ വന്ന് ഡ്രസ്സിങ്ങിലോ അല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെട്ട മറ്റുള്ളവർക്ക് ഇടപെടുന്ന രീതിയിലോ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇവിടെ അതെ. വേഷവിധാനങ്ങൾ ഇതുപോലെ അതായത് ഇസ്ലാമിക വൽക്കരിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വ്യക്തമല്ലേ ഇത് കൂടുതൽ കൂടുതൽ ആളുകൾ മോഡറേറ്റ് അല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ ഈ പറയുന്നത്. അതെ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഞാൻ അവളോടും ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം ഇന്ത്യയിലുണ്ട്. ഉം. നിങ്ങളെ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ആരും കൈയടക്കുന്നില്ല, ആരും കൈയടക്കുന്നില്ല. സ്പെസിഫിക്കലി കേരള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇത് നമ്മുടെ മുസ്ലിം ശരി. ആദ്യത്തെ പള്ളി ഇവിടെ കേരളത്തിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കാരണവശാലും ഇടപെടില്ല. പിന്നെ വൈ, വാട്ട് ഇസ് ദ റീസൺ? ഓക്കെ, നിങ്ങൾക്കിപ്പം Reason ഉണ്ട്, ഞാൻ മതം പറഞ്ഞുതരാം. പഠിക്കണമെന്നുണ്ട്. പറയണം പ്ലീസ്. റീസൺ ഉണ്ട്. അതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീവിതം വേറെ ഉണ്ട്. അതുകൊണ്ട് അതാണ് അവരുടെ ലക്ഷ്യം. അത് അതല്ലേ മരിച്ചിട്ട് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പോയിട്ടോ? ഓ, അത് ശരി. അതാണ് ലക്ഷ്യം. ഇവിടെയുള്ള കംഫർട്ട് ഒന്നും ഒരു കംഫർട്ട് അല്ല. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടാണ്. ഒരു മതേതരനായി ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. ഡെമോക്രാറ്റിക് ആയിട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കംഫർട്ടബിൾ അല്ല. കാരണം ഇന്ത്യ കാഫിറിൻ്റെ അണ്ടറിലാണ്. ദാറുൽ കുഫ്ർ, ദാറുൽ ഹർബ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്സ് ഉണ്ടാവും, കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് കാഫിറുകളുടെ ഭരണത്തിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യേണ്ട, പക്ഷേ യുദ്ധത്തിന് എപ്പോഴും നമ്മൾ സജ്ജരായിട്ടിരിക്കണം. ഇതാണ് ഇന്ത്യയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുന്നത് വരേക്കും അതിന് ഇറങ്ങിത്തിരിക്കണം. ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണല്ലോ പാകിസ്ഥാനികളും അഫ്ഗാനികളൊക്കെ സ്വപ്നം കൊണ്ട് നടക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെ സ്വപ്നമാണത്. കാരണം ആ ഗസ്വായ് ഹിന്ദിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സ്വർഗം വരെ കിട്ടുന്നതാണ് ഹദീസിൽ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെ അവിടെ ഉണ്ട്. ഇന്ത്യ എന്നുള്ള പേര് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി പറ, കഴിഞ്ഞ ആഴ്ച അവർക്ക് ഈ കംഫർട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഇല്ല, ശരിയാണ്. നിങ്ങൾ അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം, നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട്. അതാണ് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് അതിനോട് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവര് ടോട്ടലി കംപ്ലീറ്റ്ലി എനാമേർഡ് ബൈ ദിസ് ബിലീഫ് ആണെങ്കിൽ. അവിടെ ചെറിയൊരു കാര്യമുണ്ട്. അതായത് എല്ലാ മുസ്ലിങ്ങളും ഈ ചിന്ത കൊണ്ടു നടക്കുന്നു എന്നല്ല ഈ പറയുന്നത്. ഇത് കൊണ്ടു നടക്കാത്ത മുസ്ലിങ്ങൾ ഈ ചിന്തയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം, പഠിച്ചിട്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് എത്തുന്ന ആളുകൾ അവർ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഇതിൽ പ്രശ്നമുണ്ടെന്ന് പറയണം കുറേ ആളുകൾ. ആ പറയുന്ന പണിയാണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയണത്. നമ്മളുടെ ജീവനോട് നിലനിർത്തേണ്ട നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. നിങ്ങൾ ഈ പറയുന്ന കംഫർട്ട് ഉണ്ടല്ലോ, അതിവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ജീവനോട് ഇരിക്കണം. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണല്ലോ ഞാൻ ഇപ്പം എന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈവിലുണ്ടെന്ന് കണ്ടിട്ട് വന്നത്. പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കുറച്ചു നേരം സമയം കിട്ടിയപ്പോ ഞാൻ ഇസ്ലാം ദ ട്രൂത്ത്, അൺടോൾഡ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വെസ്റ്റേൺ ബ്രിട്ടീഷർ ആണെന്ന് തോന്നുന്നു അത് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനത് ശരിക്കും വേറൊരു പയ്യൻ, ഒരു ക്രിസ്ത്യൻ പയ്യൻ, അവരിപ്പം ഈ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നുണ്ടല്ലോ, ക്രിസ്ത്യൻസ് അഗൈൻസ്റ്റ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം ശരിക്കും എന്താണ്, ഓക്കെ, നമ്മൾ ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇത് എന്താണ്, ഈ എല്ലാവരുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പൊ ആ പയ്യൻ ഇത് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് ബ്രേക്ക്. അപ്പൊ ഞാൻ പയ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ അമേരിക്കക്കാരുടെ പയ്യനാട്ടോ, നമ്മുടെ ഭാഷയിൽ പയ്യൻ എന്ന് പറഞ്ഞിട്ടേ ഉള്ള ഒരാള്. അപ്പൊ ആ വീഡിയോ ഞാൻ ഒരു 1.25 മണിക്കൂർ അത് മൊത്തം ഞാൻ ഇരുന്ന് കണ്ട സമയത്ത് എനിക്കതിൽ പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ, എന്റെ പുറകെ പോയിട്ട് അന്വേഷിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാല് അതിലായ ഈ പോകുന്ന ഈ ജേർണലിസ്റ്റ് പുള്ളി വളരെ ഫാക്ച്വൽ ആയിട്ട് ഫൈൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പുള്ളിക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു കളറിങ് ആഡ് ചെയ്യുന്നില്ല. പുള്ളി ഞാൻ ഒരു ഇതായത് കൊണ്ട് പുള്ളി തന്നെ മൗണ്ട് സൈനായിലും ഒക്കെ പോയിട്ട് പറയുന്നുണ്ട്. പുള്ളി ക്രിസ്ത്യൻ ആണ്, എന്നിട്ട് മൗണ്ട് സൈനായിൽ പോയിട്ട് പുള്ളി പറയുന്നുണ്ട് ഇവിടെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല, മോസസിന് ഇവിടെ ഇത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഇല്ല എന്ന പോലെ ഇതാണ് വിശ്വാസം. ഓക്കെ, ഇതേ സംഭവം തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കെതിരെ ഭയങ്കരമായിട്ട് ഹേറ്റ് ക്യാമ്പയിനും ഇത് കുറെ വർഷം മുമ്പ് വന്നതാണ് പോലും. ഞാൻ ഇതാണ് കാണുന്നത്. പുള്ളിക്ക് എതിരെ വളരെ അപ്പൊ ഞാൻ അപ്പൊ ആലോചിച്ചു, അത് കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ഓക്കെ, ആരിഫിനെ വേണമെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്തിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാര്യങ്ങള് നിങ്ങൾ ഓരോ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യൂല എന്താണിത്. പലവർക്കും
ഇംഗ്ലീഷ് കണ്ടാൽ മനസ്സിലാവാത്ത ഒരുപാട് മലയാളികളുണ്ട്, മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഇങ്ങനത്തെ, അതും പ്രത്യേകിച്ച് അവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ആക്സെന്റിലുമാണ് പലതും പറഞ്ഞുകൊണ്ട് സബ് ടൈറ്റിൽസ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതൊന്ന് കാണിക്കാമായിരുന്നു എന്ന് എന്റെ മനസ്സിൽ തോന്നി. അറിയില്ല, നമുക്കൊരു അറ്റംപ്റ്റ് ചെയ്യാം അല്ലേ പോക്കരി സമയമുള്ളപ്പം. ഒരു സജഷനാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ ഒരു മാസം മുമ്പ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ യാദർച്ഛികമായിട്ട് ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു. ഞാനും എന്റെ ഗേൾഫ്രണ്ടും കൂടെ കോഫി കുടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അല്ല, ഒരാള് പുരുഷനാണ്, അവളുടെ ഫ്രണ്ടാണ്, കണ്ടു, അങ്ങനെ സംസാരിച്ചു. പുള്ളി ഭയങ്കര നല്ല ബിഹേവിയർ, എല്ലാം കറക്റ്റ് തന്നെയാണ്. സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എവിടെയോ കേരള സ്റ്റോറിയും കശ്മീർ ഫയൽസും ഒക്കെ കയറി വന്നു. എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ പോയിരുന്നവൾ അവര് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവര് ഈ 32,000 കഥ, ഞാൻ ഒരു 32,000 പേര് പോയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. അത് തന്നെ ഇന്നലെ ആരിഫ് പറഞ്ഞാണ്, അതേ സംഭവം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് പോയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ പോയിട്ടുണ്ട്. 32,000 പേര് പോയിട്ടില്ല. അത് പോയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പോയെന്ന് പറഞ്ഞാല് ഈ പിന്നെ എന്താ പറയാ, ഈ തൃക്കരിപ്പൂർ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ ഏരിയ ഒക്കെ എനിക്ക് അറിയാം നല്ലോണം. അപ്പൊ അവിടെ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഭൂമിയിലുള്ള കംഫർട്ടബിൾ ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അവര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയല്ല പറയുന്നത്, ഇതെല്ലാം ഉസ്താദുമാര് മാറ്റി പറയുന്നതാണ്, ഇങ്ങനെയല്ല പറയുന്നത്, വയലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെ അതെ, പക്ഷെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല, വളരെ മോഡേൺ. ഓക്കെ, മറ്റേ ഗൂച്ചി, ബലൻസിയാഗ, വസാച്ചെ ആണ്. ഓക്കെ, അപ്പോ പുള്ളി ഇങ്ങനെ സംസാരിച്ചു. പുള്ളി ആജിറ്റേറ്റഡ് ആയിട്ടൊന്നുമല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാരണം ഇതിന്റെ ബാക്കിൽ അന്ന് നടന്ന ന്യൂസ് കംപ്ലീറ്റ് ഞാൻ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഐ ഹാവ് എൻ ഐഡിയ. ഞാൻ പിന്നെ ഒരു സംഭവവും ഇല്ലാതെ ഒരു ഗവൺമെന്റും വന്ന് പറയില്ല. ഇതിപ്പോ ഒന്നുമില്ലാതെ WMD ഉണ്ടെന്ന് പറയാൻ ഇത് അമേരിക്ക ഒന്നുമില്ല, അല്ല, ഇന്ത്യക്കാര് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നാട്ടുകാരും അവരുടെ വീട്ടുകാരും സമ്മതിച്ച കാര്യമാണ്, ഇവരിതിന് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചല്ല, ഈ നമ്പറിൽ കേടുന്ന, ഞാൻ പിന്നെ നമ്പർ നിങ്ങൾ വിടും, അതൊരു അവരുടെ ഒരു ക്രിയേറ്റീവ്, അവരൊരു ഫ്രീഡം എടുത്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അവർക്ക് മേ ബി ദേ വാണ്ടഡ് ടു put down the fact that this happened, ഇതിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചതായിരിക്കാം. ബട്ട് ഐ തിങ്ക് ആ മൂവി കംപ്ലീറ്റ്ലി ആ നമ്പറോടെ തന്നെ കുറച്ച് ഡിറെയിൽമെന്റ് നടന്നിട്ടുണ്ട്, ആ മൂവിയുടെ ഫോക്കസ്. അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ കുറെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മതത്തിൽ അങ്ങനെ പറയുന്നില്ല, ഞങ്ങളുടെ മതത്തിൽ അങ്ങനെ വയലൻസ് പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് നേരത്തെ ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. പക്ഷെ ഇന്റർനെറ്റ് നിങ്ങളെ ഭയങ്കരമായിട്ട് ചതിച്ചു. അതായത് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്റർനെറ്റ് വന്നതോടെ ഇതെല്ലാം പുറത്തായി. അത് ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മതത്തിന്റെ എല്ലാം പുറത്തായി, മനസ്സിലായില്ലേ? അപ്പോ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയണം. നമ്മളിപ്പോ ഇപ്പൊ ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്, സന്ധ്യക്ക് വിളക്ക് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ മണ്ടത്തനം കണ്ടാൽ അത് മണ്ടത്തനമാണെന്ന് പറയാനുള്ള ഒരു ഇത് വേണം, മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം പണ്ട് ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ ഇത് പറയുന്നത് എങ്ങനെയാ, ആനയുടെ എഴുന്നള്ളിപ്പ്, ഓരോ ആനകളെ കൊണ്ടുവന്ന് ഓരോ ഇതിൽ കൊണ്ടുവന്ന് ഞാൻ അതിന് കംപ്ലീറ്റ്ലി അഗൻസ്റ്റ് ആണ്. ഞാനും എന്റെ മൂത്ത ബ്രദറും കൂടെ ഒരു വലിയ അടി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അതിനെ ചൊല്ലിയിട്ട് പറഞ്ഞു, മനസ്സിലായില്ലേ? കാരണം അത് ആവശ്യമില്ലാത്ത ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ട്, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഭഗവാൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല ഈ ആനയുടെ മുകളിൽ തന്നെ ഇരുന്ന് വരണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല, മനസ്സിലായി? കാരണം അവരെ അതൊരു നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ ഇതിങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യും, ആനപ്രേമികളൊക്കെ വലിയായിട്ട്. ശബരിമല വിഷയത്തിൽ എന്താണ് ഒപ്പീനിയൻ? ശബരിമല വിഷയത്തിൽ എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രൻസിക്കലി അതൊരു സെക്യുലർ സ്ഥലമല്ലാത്തത് കൊണ്ട്, പിന്നെ അതിന്റെ പുറകിലുള്ള കാര്യം, ഞാൻ പെണ്ണുങ്ങൾ പോണ്ടെന്ന് തന്നെയാ പറയുന്നത്. കാരണം അതിലെനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, പണ്ട് എന്റെ വീട്ടില് ശബരിമല കഞ്ഞിയും ഒക്കെ അപ്പൂപ്പനും അമ്മൂമ്മയുടെയും തറവാട്ടിൽ കേട്ടോ, ഞങ്ങളല്ല, അപ്പൂപ്പനൊക്കെ ജീവൻ കാര്യം ചെയ്യുന്ന സമയത്ത് എന്റെ അമ്മൂമ്മ പറഞ്ഞ അതിന്റെ മറ്റൊരു വശമുണ്ട്. എന്റെ അച്ഛന്റെ അമ്മയാണ് കേട്ടോ, മറ്റൊരു വശമാണ് പറഞ്ഞത്. അതായത് ഈ 40 ദിവസം ഈ ആണുങ്ങൾ വ്രതത്തിന് പോകുമല്ലോ, വ്രതം നിൽക്കുന്നുണ്ടല്ലോ, പുരുഷന്മാര് വ്രതം നിൽക്കും. അപ്പൊ കൊച്ചു കുട്ടികളും എല്ലാം ഇവര് വീടിന്റെ പുറത്ത് ഒരു ഷെഡ് പോലത്തെ, കുറച്ച് ദൂരെ ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവം കെട്ടിയിട്ട് അവിടെ തന്നെ താമസവും, അവിടെ തന്നെ ഭജനയും, അവിടെ തന്നെ കഞ്ഞിവെപ്പ് കുടിയും ഒക്കെയാണ് പണ്ട് ചെയ്തോണ്ടിരുന്നത് കേട്ടോ. ഒറിജിനലി അവരതാണ് ചെയ്തോണ്ടിരുന്നതെന്ന് തോന്നുന്നു. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോ ഓർമ്മയുണ്ട്, പക്ഷെ അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അപ്പൂപ്പനപ്പം പ്രായമായി.
അപ്പോ ആ ഒരു സാഹചര്യം അമ്മ പറഞ്ഞു വെച്ചാൽ ഈ 40 days പെണ്ണുങ്ങൾക്ക് ഒരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ആണ്, മനസ്സിലായി. 6 ഓക്കെ പുള്ളിക്കാരി കുറച്ച് തഗ് ലൈഫ് ആയിരുന്നു എന്റെ ഉമ്മാമ്മ പറഞ്ഞത്. ഞങ്ങൾക്കൊരു ഓക്കെ 6 അപ്പൊ അവര് പോയി അവരുടെ കാര്യം ചെയ്തിട്ട് വരും. നമുക്ക് അതിന്റെ ഇടയിൽ കുത്തി നിറയ്ക്കേണ്ട, നമ്മൾ ഓടി അതിന്റെ ഇടയിൽ കയറേണ്ട കാര്യമില്ല. മാത്രല്ല അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇപ്പൊ തന്നെ നിങ്ങൾ ശബരിമലയിലെ തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താണ് അവിടെ നടക്കണമെന്ന് അറിയാം. ഇത്രയും ആൾക്കാർ വന്ന് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കണം. കഴിഞ്ഞ വർഷം എന്റെ അച്ഛന്റെ പെങ്ങള്, അവരൊക്കെ പ്രായമായി, അവര് തന്നെ പോയിട്ട് 2 കാലിന്റെയും പാദം പൊള്ളിയിട്ട് അവർ തിരിച്ചു വന്നത്. കാരണം അത്രയും ചൂടും. ഇപ്പൊ അവിടെ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ടത്തെ പോലെ കാട് വഴി നമ്മളിങ്ങനെ ഓർഗാനിക് സ്റ്റെപ്പ് വഴി കയറി പോവല്ലേ, ഇവര് കെട്ടിയ ഈ സിമെന്റിന്റെ ഒരു നീളം പാതയുണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ളത്, അതിൽ ചവിട്ടി കയറിയിട്ട് ഫുൾ കാലിന്റെ അടി ഫുൾ പൊള്ളിപ്പോയി. ആയിട്ടാണ് തിരിച്ച് അപ്പച്ചി വന്നത്. അപ്പച്ചിക്ക് നല്ല പ്രായമായി, 10-75 വയസ്സായി. അവര് തിരിച്ചു വന്നത്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, തിരക്കും കാര്യങ്ങളും. അപ്പൊ എന്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞാൽ ആ സമയം ശരിക്കും എന്താ പറയാ, ഒരു മെയിൽ കമറാഡറിയുടെയും ബ്രദർഹുഡുമായിട്ട് കണ്ടിട്ട് അവരങ്ങ് പോയിട്ട് വരട്ടെ. നമ്മൾ അതിനിടെ പിന്നെ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളപ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെണ്ണുങ്ങൾ ശബരിമല പോയിട്ടില്ലെങ്കിൽ അവർക്കൊന്നും പറ്റാൻ പോകുന്നില്ല, ഒന്നുമില്ല അവർക്ക്, നത്തിങ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ആണുങ്ങൾ തന്നെ ശബരിമലയിൽ പോകാനും. സോറി, ഇന്നത്തെ കാലത്ത് ഒരു എന്താ പറയുക, ഋതുമതിയായ ഒരു സ്ത്രീ അവരും ഇതേപോലെ അവരുടെ ഒരു ലീഷറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടോ അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ, പോകരുത് എന്ന് പറയുന്നതിനെതിരെയാണല്ലോ നിയമം ഒക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനോട് മാഡം അംഗീകരിക്കോ? എന്താ പോകരുതെന്ന് പറഞ്ഞിട്ടല്ലല്ലോ നിയമം വന്നത്, നമ്മൾ സുപ്രീം കോടതി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. അങ്ങനെയല്ലേ പോകരുത് എന്ന് പറയുന്നതിനെതിരെ, പോകരുതെന്ന് പറയുന്നതിനെതിരെ. ഓക്കെ, പോകരുതെന്ന് പറയുന്നതിനെതിരെ. മെൻസ്ട്രേറ്റിംഗ് വിമൻ അവരാണല്ലോ പ്രശ്നമായിട്ട് അവിടെ വന്നത്. അതെ അതെ, അതുകൊണ്ടാ അതാ വിശ്വാസത്തിന്റെ പുറത്തായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പോകില്ല, ഞാൻ പോകില്ല. കാരണം എനിക്ക് അങ്ങനെ അതൊരു ഒരാൾ പോവാൻ തീരുമാനിക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. ആരും പോവാൻ തീരുമാനിക്കരുത്. ഞാൻ പറഞ്ഞത് വിശ്വാസിയായിട്ടുള്ള സ്ത്രീകൾ, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ തീരുമാനിക്കില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? തീരുമാനിക്കില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ വീണ്ടും ഒരു സ്ത്രീക്ക് അവര് ഈ പറയുന്ന മെൻസ്ട്രേറ്റിംഗ് ലേഡി മീൻസ് ആ പ്രായത്തിലുള്ള ഒരു ലേഡി, അവര് വിചാരിക്കുകയാണ് എനിക്കിപ്പോ പോകാം എന്ന് അവർ ആഗ്രഹിച്ചാൽ അതിനെ തടയേണ്ടതുണ്ടോ? തടയാൻ ആർക്കും കഴിയില്ലല്ലോ. തടയേണ്ടതില്ല. അപ്പോ ആർക്കും തടയാൻ കഴിയില്ല എന്ന് വെച്ചാല് ഞാൻ പറയുന്നത്, ഇപ്പൊ ഒരാൾ അവിടെ പോയേ തീരുള്ളൂ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്, ഹുക്ക് ഓർ ബൈ ക്രുക്ക് ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, then there is no stopping anybody from doing that, അല്ലേ? You can't really stop someone from doing that. പക്ഷെ ഞാൻ പറയുന്നത് ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ലായിരുന്നു, ഇഷ്യൂ ആവില്ലേ, അതാണ് എന്റെ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിയലി ഇറിറ്റേറ്റിംഗ് മീ. അതിലുള്ള കാര്യം, അതായത് ഇഷ്യൂ ആവില്ലായിരുന്നു, ഒരിക്കലും ഇഷ്യൂ ആവില്ലായിരുന്നു. അത് ഇഷ്യൂ ആയതിന്റെ പിറകിൽ ഒരൊറ്റ കാര്യമുള്ളൂ, പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി അതിനെ പുഷ് ചെയ്തത്. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? സുപ്രീം കോടതി വന്നിട്ട് പറയണം, ഇപ്പം ഇങ്ങനെ കേറി അവര് ആര് വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഓക്കെ വിട്ടേക്കും, ഓക്കെ നോ പ്രോബ്ലം. അത് ലീഗലി ഫൈറ്റ് ചെയ്യാന്നുള്ള സംഭവം, അല്ലെങ്കിൽ ലീഗലി അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ള. ബട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ടുക്ക് ആൻ ആക്റ്റീവ് സ്റ്റെപ്പ് ടു പുഷ് ഇറ്റ്. മനസ്സിലായില്ലേ? ഇവിടെ ഇതിനെയും കാട്ടി വേറെ എത്രയോ സുപ്രീം കോടതി നിയമങ്ങളും അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അപ്പം ഇത് മനഃപൂർവ്വം, ഞങ്ങളിപ്പോ ഇപ്പം മുസ്ലിം പള്ളിയിൽ ഇപ്പം പെണ്ണുങ്ങൾ പൊയ്ക്കോളൂ എന്നൊരു നിയമം വന്നിട്ട് ഒരു സുപ്രീം കോടതി പറയാന്ന് വിചാരിക്കാം, പൊയ്ക്കോട്ടെ, അവര് പോയി പ്രാർത്ഥിച്ചോട്ടെ. എനിക്കറിയില്ല, പൊതുവെ പോവാറില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം പൊയ്ക്കോട്ടെ, അവര് പ്രാർത്ഥിച്ചോട്ടെ എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയണം ഇല്ല, കയറ്റിയാലേ പറ്റൂ, പെണ്ണുങ്ങളെ കയറ്റി. അത് ഗവൺമെന്റിന്റെ കാര്യമല്ല. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ്. അതാണ് എന്റെ പോയിന്റ്. അവരത് പുഷ് ചെയ്തതാണ്. അല്ലെങ്കിൽ ബിക്കോസ് സുപ്രീം കോർട്ടിന് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി വെച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അവരുടെ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാനിപ്പം നമ്മൾ ഏത് മതം പഠിച്ചാലും ഏത് മതത്തിന്റെ പുസ്തകം പഠിച്ചാലും അതിനുപരിയായിട്ട് നിൽക്കുന്ന ഒരു പുസ്തകം സംവിധാനമാണ്, ഇല്ലേ? നമ്മൾ ജീവിക്കുന്ന മണ്ണിനെ. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇതുപോലെ ഈ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഏത് സാഹചര്യത്തിലും സമാനമായ ഒരു നിലപാടെടുക്കാൻ
അത് എല്ലാ മതത്തിനും അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് അവർ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എപ്പോഴും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് റിലീജിയൻ ആ കോൺഫ്ലിക്റ്റ് അവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ റൈറ്റ് ടു പ്രാക്ടീസ് യുവർ ഓൺ റിലീജിയൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വിശ്വാസ സമൂഹത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ പേർപ്പസ്ഫുള്ളി അതിനെ പോയിട്ട് നമ്മളിപ്പോ എടുത്തു പറയണം ഈ ഒരു വിഷയം, ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റുന്നില്ല, ഓക്കെ, ശബരിമല സ്ത്രീകളിൽ കയറ്റുന്നില്ല എന്ന് നമ്മൾ പോയി സുപ്രീം കോടതിക്ക് ഒരു ഇത് കൊടുത്താൽ there is no other way for them to say that what yes you have a right to express your religion, yes you have a right to express all your customs and whatever is necessary for that, but ഇതും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് that I cannot stop a woman from going anywhere. മനസ്സിലായില്ലേ? The court is never going to agree to it. അപ്പോൾ ഇതേ വാദം തന്നെയാണല്ലോ നമ്മൾ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിൽ ഇപ്പൊ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ഭാഗത്തുനിന്ന് വെക്കുന്നത്. ഇത് ഞങ്ങൾ റിലീജിയസ് ഫ്രീഡത്തിന് എതിരാണ് എന്നാണ് അവരും പറയുന്നത്. അപ്പൊ എങ്ങനെ കാണും? റിലീജിയസ് ഫ്രീഡത്തിനെതിരെ എന്താണ്? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ആ നിയമങ്ങൾ 4-5 കാര്യങ്ങൾ, ഈ വിവാഹമോചനം, സ്വത്തവകാശം, അതുപോലെയുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ചിട്ട് ശരീഅത്തിലൊരു നിയമമുണ്ട്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കംഫർട്ട് അതാണ്. അത് ഇപ്പൊ എത്ര അവർക്ക് വിരുദ്ധമാണ് എന്ന് തോന്നിയാൽ പോലും മുസ്ലിം സ്ത്രീകളടക്കം അത് മതി എന്ന് പറയും. അതാണ് പറയുന്നത്. അവരുടെ റിലീജിയന്റെ ഭാഗമാണ് അല്ലേ? റിലീജിയന്റെ ഭാഗമാണ് എന്ന് വെച്ചാല് അല്ല, അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് ഒരു വിശ്വാസിയായ ഒരു മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള ഒരു സ്ത്രീ ശബരിമലയിൽ പോകാൻ വേണ്ടി ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ വിശ്വാസം പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസിയായ സ്ത്രീ അത് ആഗ്രഹിക്കരുത് എന്നുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാണ് മുസ്ലിങ്ങളും പറയുന്നത്. അതായത് വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കലും സ്വത്തവകാശത്തിൽ തുല്യത വേണമെന്ന് പറയുന്നുണ്ടോ? പറയാൻ പാടില്ല എന്നാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു മെജോറിറ്റി കേസ് ഉണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടെന്ന്? തീർച്ചയായിട്ടും അതാണല്ലോ അതിലെ വിഷയം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുപോലെയാണ് ശബരിമല എന്നൊരു മെജോറിറ്റി കേസ് പെണ്ണുങ്ങൾക്ക് ശബരിമലയിൽ പോകണമെന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണ്. അല്ല, പോകണം എന്നുണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. അതായത് സ്വത്തവകാശം തുല്യത വേണ്ട, സ്വത്തവകാശം തുല്യത വേണ്ട എന്ന് പറയുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പോക്കരിക്ക് എന്തോ പറയാനുണ്ടോ? അല്ല, മുസ്ലിം സ്ത്രീകൾ പറയുന്നു അവർക്ക് സ്വത്തവകാശത്തിൽ തുല്യത വേണ്ട, അതാണ് മെജോറിറ്റി. വേണ്ട, അതെ, അതാ പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് വേറൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റേറ്റ് വേഴ്സസ് റിലീജിയൻ വരുമ്പോൾ ഒരു സ്റ്റേറ്റും റിലീജിയന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നടപടികൾ എടുക്കരുത്. അത് നിങ്ങളൊരു ഭരണം നടത്തിക്കൊണ്ടുപോകുന്ന ഏത്, അത് ഡിക്റ്റേറ്റർഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ ജനാധിപത്യം ആവട്ടെ, അവിടെ റിലീജിയന് പ്രാമുഖ്യം കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിലൊക്കെ സംഭവിച്ച പോലുള്ള പ്രശ്നങ്ങൾ വരും. അത് ഒരു പ്രായോഗിക തലത്തിൽ ഭരണത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊരിക്കലും റിലീജിയൻ അനുവദിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ എല്ലാ കാര്യങ്ങളും പലപ്പോഴും അടിച്ചേൽപ്പിക്കേണ്ടി വരും. അപ്പോ പിന്നെ ഒരു കാര്യം, ശബരിമലയില് സ്ത്രീകൾ ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞു. സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ തന്നെയാണ് വിവരിക്കേണ്ടത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ശബരിമലയുടെ ആ പ്രത്യേക കാര്യത്തിനകത്ത് അവിടെ ലിംഗസമത്വത്തിനെതിരെ തന്നെയാണ് തത്വത്തിൽ. പക്ഷെ അവിടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. സ്ത്രീകളെ യഥാർത്ഥത്തില് സ്ത്രീകളെ അവിടെ കയറ്റരുത് എന്നുള്ളത് ഇപ്പൊ രാഹുൽ ഈശ്വറൊക്കെ ചില സമയത്ത് പറയുന്നത് സാങ്കേതികപരമായിട്ട് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഉള്ള ഒരു കാര്യത്തിൽ ഒരു മറുപടി പറയാനുള്ളത്, മതസ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണ നടത്തുന്ന ഏത് ഗ്രൂപ്പാണെങ്കിലും, അതിപ്പോ ജനാധിപത്യത്തെ ഒരു മതഭരണത്തിന് പോലും ആ ഭരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന മതത്തെ വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്നാണ്. അല്ലെങ്കിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കോംപ്രമൈസ് പലപ്പോഴും മതങ്ങളും ഭരണകൂടവും തമ്മിൽ നടന്നാലേ ഭരണം മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അത് വളരെ അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനില് മതത്തിനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു, മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അതുണ്ട്. പക്ഷെ മതങ്ങളുടെ ആവശ്യം, ഇനിയിപ്പോ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള നിയമം ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ തന്നെ ഭരണഘടന നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു വരുന്ന കോടതികൾ, അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുന്ന കോടതികളാണ് പ്രധാനമായിട്ട്
ഭരണഘടന നമുക്ക് വിവരിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഭരണകൂടത്തിന് തന്നെ വിവരിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് എല്ലാ മതങ്ങളും അവരുടെ അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഭരണകൂടത്തെ അനുസരിക്കുക എന്നുള്ള ഒരു ധർമ്മം അവിടെ നിറവേറ്റണം. അതൊരു കാര്യം. പക്ഷെ അതായത് നിങ്ങൾ പറയുന്നു ഹൈറാർക്കിയില് കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ഓൾവേസ് വിൻ അല്ലേ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഷുഡ് ഓൾവേസ് വിൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതെ, അത് കെയോസ് ഇല്ലാതെ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് അതാണ് നല്ലത്. അത് ഭരണപരമായിട്ടുള്ള ഒരു കാര്യമാണ്, സാങ്കേതികതയാണ്, അല്ലാതെ ഈ പ്രത്യേക വിഷയത്തിലുള്ള കാര്യം മാത്രമല്ല. പിന്നെ ഞാൻ നിങ്ങളോട് യോജിച്ചു, അതെ, കംഫർട്ട് നിലനിർത്തുക, ട്രസ്റ്റ് നിലനിർത്തണം. ഈ ഭരണകൂടത്തിന് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യാതാവുന്ന സമയത്താണ് ഇപ്പൊ പാകിസ്ഥാനിൽ നിങ്ങൾ കാണുന്ന ഇസ്ലാമിക ഗ്രൂപ്പുകളില്ലേ, അവിടുത്തെ ഒരു ബ്ലാങ്ക് ഫെയർനെസ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഫെയർ ആയിട്ട് ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു കറക്റ്റ്. ഐ അഗ്രി വിത്ത് ദാറ്റ്. ഐ അഗ്രി, ടെക്നിക്കലി ഐ അഗ്രി വിത്ത് യു. അല്ല, ഈ ഫെയർ അല്ലെങ്കിൽ ഇപ്പൊ ഇസ്ലാമിക രാജ്യത്ത് പോലും പ്രശ്നമാണ്. ഇപ്പൊ ഷിയ ഭരണകൂടമുള്ള ഇറാനില് പോലും അവിടെ വേറെ ഫാക്ഷൻസ് വന്നിട്ട് ഇതുപോലെ ഞങ്ങളുടെ മതത്തിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ തന്നെ കൂട്ടുപിടിച്ചാൽ പോലും അവർക്ക് എല്ലാതും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പ്രാക്ടിക്കലി നിങ്ങൾക്ക് മുന്നോട്ട് രാജ്യം ഭരണം നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഈ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പൊ അരിഫുമായിട്ട് ഒരു വ്യത്യാസമുള്ള അഭിപ്രായം ചിലപ്പോൾ എനിക്കുണ്ടാവും. ഞാനിപ്പോ അരുൺ കുമാർ പണ്ട് നമ്മുടെ ഇപ്പോ മറ്റേ പത്രം നടത്തുന്ന ഒരു പുള്ളിയുണ്ട്, അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിന് പ്രായോഗികമായിട്ട് ശബരിമലയിൽ അതെ അപ്പൊ അദ്ദേഹം എനിക്കൊന്ന് നിരീശ്വരവാദികളുടെ വേദിയിലാണോന്ന് അറിയില്ല, ഒരു പ്രസംഗം നടത്തിയിരുന്നു. അത് ഇപ്പോഴും കിടപ്പുണ്ടാവും ചിലപ്പോൾ യൂട്യൂബിന്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്. ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറുന്നതാണോ കയറാത്തതാണോ, അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് പള്ളിയിലേക്ക് സ്ത്രീകൾ കയറുന്നതാണോ കയറാത്തതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് കയറാത്തതാണ്. പക്ഷേ അതെ, ഈ മതവിശ്വാസികൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും. യഥാർത്ഥത്തിൽ മതത്തിന് ഗുണമുള്ള കാര്യമാണ്, അതുകൂടി മനസ്സിലാക്കണം. പൈസ കിട്ടും. ശബരിമലയുടെ സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായും അത് നല്ല കാര്യമാണ്. അത് പണം ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും, അത് മതത്തിന് കിട്ടിക്കഴിഞ്ഞാലും മതവിശ്വാസി അല്ലാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാലും അത് പൊതുവിൽ ആ സമൂഹത്തിന് മെച്ചമുണ്ടാവും. ഐ മീൻ ടാക്സ് ആയിട്ടും ഈ ആരാധനാലയങ്ങളിൽ നിന്ന് ടാക്സ് പിടിക്കുന്നുണ്ടല്ലോ പോട്ടെ, പൊതുവിൽ പണം കൂടുതൽ വരുന്നത് അനുസരിച്ച് അവിടെ മെച്ചമുണ്ടാവും. സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതിന് ഒരു കാര്യം ഞാൻ യോജിക്കുന്നു. എവിടെ ഇപ്പൊ അമേരിക്കയിലൊക്കെ ഉള്ള ഒരു ഈ മതസ്വാതന്ത്ര്യത്തിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. നിങ്ങൾ അവിടെയും ഭരണഘടനയൊക്കെ ഉണ്ട്, അവരുടെ റൈറ്റ് ടു പ്രൈവസി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, പിന്നെ അവരുടെ ഫസ്റ്റ് അമെന്റ്മെന്റ് ഒക്കെ ഏതൊരു അമെന്റ്മെന്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ശബരിമലയിലെ പ്രശ്നം യഥാർത്ഥത്തിൽ സ്ത്രീകളെ അവിടെ തത്വത്തിൽ ആർത്തവം തന്നെയാണ്. കാരണം സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ അയ്യപ്പനൊന്നും സംഭവിക്കാനും ഇല്ല. പക്ഷെ അവിടെ അങ്ങനെ ഒരു നിയമം വെക്കുന്നതുകൊണ്ട് സ്ത്രീകളെ നേരിട്ടിട്ട് ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഇപ്പൊ പള്ളിയിലും ഞാൻ എന്റെ എല്ലാ മതത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു. ഇപ്പൊ ക്രിസ്ത്യൻ പള്ളിയിൽ കയറാൻ തോന്നും, മുസ്ലിം പള്ളിയിലും സുന്നി പള്ളികളിൽ പ്രത്യേകിച്ച് ഇപ്പൊ മുജാഹിദ് അല്ലെങ്കിൽ സലഫി പള്ളികളിൽ കയറാൻ പറ്റും തോന്നുന്നു. മുസ്ലിം പള്ളികളിൽ പണ്ട് മുതലേ കയറാൻ പാടില്ല, തീരെ കയറാൻ പാടില്ല. അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ തേങ്ങ ആയിരിക്കില്ല ഉടയ്ക്കുന്നത്, വേറെ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോ ശബരിമലയിലും ഈ മുസ്ലിം പള്ളികൾ അടക്കമാണ് ഞാൻ പറയുന്നത്. ഇത് ശബരിമലയുടെ കാര്യത്തില്ല. റിലീജിയൻ ഇനി ഇങ്ങനത്തെ പോസിറ്റീവായിട്ട് ഡിസ്ക്രിമിനേഷൻ എങ്ങനെ, അതിനകത്ത് പീഡനോ അല്ലെ അതിനകത്ത് സ്ത്രീകള് അതിനകത്ത് തട്ടിക്കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ക്രിമിനൽ കുറ്റമാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറരുതെന്ന് പറയാനുള്ള അവകാശം പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെ. അതായത് ഫിനാൻഷ്യൽ ലോസ് വേറെ ഒന്നും അവർക്ക് അവരുടെ വെൽബീങ്ങിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ആർഗ്യുമെന്റില് ഈ ഒരു വിഷയമുണ്ട്. ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നിയമപരമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ആവാൻ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും ഈ അമ്പലങ്ങൾ, പള്ളികളുടെ കാര്യം എനിക്കറിയില്ല, അമ്പലങ്ങൾ പൊതുസ്ഥലമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ആരൊക്കെ കയറണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് പോലെ ഒരു സ്വകാര്യ പാർട്ടിയായിട്ട് മതസ്ഥാപനങ്ങളെ പ്രഖ്യാപിക്കും. അത് ചെയ്യാത്തോടത്തോളം കാലം ഇത് സാങ്കേതികമായിട്ട് ഇഷ്യൂ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ശബരിമല അവർ ബൈ നേച്ചർ അവരൊരു സെക്യുലർ ഏരിയ അല്ല അല്ലേ, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സെക്യുലർ പോട്ടെ, നിങ്ങളുടെ വീട് സെക്യുലർ എന്ന് പറയേണ്ട ഡെഫിനിഷൻ എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് എന്താണ്? സ്വകാര്യ സ്ഥാപനമാണ്. അവിടെ ആര് കയറണ്ട എന്ന് പറയാനുള്ള പൂർണ്ണമായ അവകാശം. ഒരു പെണ്ണുങ്ങൾ കയറണോ പെണ്ണുങ്ങൾ കയറണ്ട നിങ്ങൾക്ക് പറയാം, പണക്കാരൻ കയറണോ പാവപ്പെട്ടവൻ കയറണം, അത് ലിംഗ സമത്വത്തിന്റെ കാര്യമല്ല. അപ്പൊ അങ്ങനെ സ്വകാര്യ സ്ഥാപനം എന്ന നിലയിൽ ശബരിമലയുടെ നിയമം അവർക്ക് ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ ഭരണഘടനയുണ്ട്. ഇപ്പൊ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അറിയാം, എല്ലാ ഓർഗനൈസേഷനും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ അവർക്ക് നിയമിക്കാം.
അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇന്ത്യയിലെ പ്രശ്നം വീണ്ടും സർക്കാർ ഈ മതത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ അപ്പൊ ആ ഒരു ഇഷ്യൂ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഒരിക്കലും എന്ത് മനസ്സിലാക്കുക, ഈ ശബരിമലയിലേക്ക് സ്ത്രീകൾ കയറാതിരിക്കുകയോ ചെയ്യട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ട് ഭാവനയാണ് മതം. മതം വെറും ഭാവനയാണ്. അപ്പൊ ആ ഭാവനയ്ക്ക് അകത്ത് നിന്ന് ബാക്കിയുള്ളവർ ഉപദ്രവിക്കാത്ത ഭാവനയ്ക്ക് അവർക്ക് പറ്റും അവരുടെ സ്ഥാപനങ്ങൾക്കകത്ത്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ മുസ്ലിങ്ങൾ കയറണ്ട എന്ന് ഈ ഭരണഘടനയ്ക്ക് അകത്ത് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന പറയുമ്പോൾ മുസ്ലിങ്ങൾ കയറണ്ടെന്ന് എഴുതി വെക്കുന്ന അമ്പലങ്ങളുണ്ട്. മുസ്ലിം പള്ളികളിൽ എന്തായാലും എഴുതി വെച്ചില്ലെങ്കിൽ അവർ കേട്ടില്ല അത് കയറക്കാൻ. അപ്പോ ആ ഒരു കാര്യമാണ്. അതും വിവേചനമാണ് ശരിക്കും. പബ്ലിക് ഓർഡറിന് എതിരെ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന വിവേചനമാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നതിന്റെ യുക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളാണ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരിലെ കാര്യങ്ങൾ, അപ്പൊ അത് പള്ളിക്കും അമ്പലത്തിനൊക്കെ അങ്ങനെ പറ്റും. പക്ഷെ അത് ഇന്ത്യയിൽ അവര് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് they have to abide by what is constitutionally right അല്ലേ? അതെ, ചില അമ്പലങ്ങളൊക്കെ പബ്ലിക് പ്ലേസ് ആയിട്ട് തന്നെ പ്രഖ്യാപിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് ഈ നിയമം എടുത്ത് വായിച്ചു. അമ്പലം നടത്തുന്നത് ഗവൺമെന്റ് ആണല്ലോ, ദേവസ്വം ബോർഡിന്റെ അടിയിലാണല്ലോ ഇതെല്ലാം വരുന്നത്. അതെ, അത് മാറ്റണം. അമ്പലം നടത്താൻ ഗവൺമെന്റിന്, ഒന്നാമത് ഗവൺമെന്റ് അമ്പലം നടത്തുന്നതിന്റെ കാരണം എന്താണ്? അതുകൊണ്ട് ഗവൺമെന്റിന് നേട്ടം. നേരെ തിരിച്ച് അമ്പലങ്ങൾക്കും പ്രശ്നമാണ്. സാമ്പത്തികമാണെന്ന് പറയുന്നു. എന്റെ ഒരു അഭിപ്രായത്തില് ഈ പാർട്ടിക്കാർക്ക് അല്ല, കുറെ പ്രധാനമായിട്ട് അതിനകത്ത് അമ്പലത്തിൽ ഉണ്ടാകുന്ന ക്യാഷ് അത് ഗവൺമെന്റിന്റെ ഫംഗ്ഷനിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സംഗതി. അതാണ് ഇവിടെ പലപ്പോഴും ഒരു വലിയ വിഷയമായിട്ട് വരിക. അങ്ങനെയല്ല ശരിക്കും പോകുന്നത്. ഇപ്പോൾ ഗവൺമെന്റിന് പോലും ചില പൈസ അതിലേക്ക് ഇറക്കേണ്ട അവസ്ഥ പോലും വരാറുണ്ട്. ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പൈസ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. ശബരിമല എന്ന് പറയുന്നത് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അത് അവർക്ക് വിട്ടുകൊടുക്കുക. അവരാണ് അതിലെ നിയമങ്ങൾ വെക്കേണ്ടതും തീരുമാനിക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും അതിൻ്റെ രീതികൾ അതിൻ്റെ സംഭവങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഓരോ തുടക്കത്തിൽ തന്നെ പറയാണ് അതിൻ്റെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതൊന്നും നമ്മളുടെ അജണ്ടയിലുള്ള കാര്യമല്ല. പക്ഷെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അത് എല്ലാവരും ഫോളോ ചെയ്യുക, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് അതിനകത്തേക്ക് നമ്മളുടെ മതത്തിനതീതമായിട്ടുള്ള നിയമങ്ങൾ, ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി, കാരണം മതത്തിന് ജെൻഡർ ഇക്വാലിറ്റി ഇല്ല. ഓക്കെ, മതത്തിനകത്ത് ഈ പറയുന്ന മറ്റു മതങ്ങളോട് സെക്യുലറിസം എന്ന് പറയുന്ന സംഗതി അത് മതത്തിനകത്തില്ല. അത് മതത്തിന് വെളിയിൽ നിൽക്കുന്ന സംഗതിയാണ്. ഡെമോക്രസി എന്ന് പറയുന്ന സാധനം മതത്തിനകത്തില്ല, അത് മതത്തിന് വെളിയിലുള്ള സാധനം. അപ്പോൾ ഈ മതത്തിനകത്തില്ലാത്ത സംഗതി അത് എക്സ്റ്റേണൽ ഫോഴ്സ് ബൈ ഫോഴ്സ് നമ്മൾ മതത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം, അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കോൺഫ്ലിക്ട്സ് വരുന്നു. അതാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മളിത് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യാനുള്ള അവകാശം, അല്ലെങ്കിൽ മതം ആചരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആചരിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് എന്നും അതിനകത്ത് പറഞ്ഞ് ഇത് ആർക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് എന്നുള്ള ആ ലെവലിൽ അതിനെ നിർത്തിയാലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ആ കോൺഫ്ലിക്ട്സ് നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ശബരിമല വിഷയം വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ആദ്യം ഇവിടുത്തെ സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ അതിനെ സ്വാഗതം ചെയ്യാണ് ചെയ്തത്, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട്. പിന്നീടാണ് നേരത്തെ ഞാൻ അതാണ് ഹാരിഫിനോട് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് ഇതൊരു ഞാനൊരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു, 2 പ്രാവശ്യം ശബരിമലയിൽ പോയ ആളാണ്. പക്ഷെ 10 വയസ്സിന് മുമ്പ് 2 പ്രാവശ്യം പോയ ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അതെനിക്കൊരു വലിയൊരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. ആ യാത്രയും പോകുന്നതും കാണുന്നതും ഒക്കെ ഒരു ഓർമ്മയാണ്, മനസ്സിലായി. അല്ല, പക്ഷെ അതൊന്നും നമുക്കിപ്പം ഒരു പെണ്ണുങ്ങള് ഇപ്പൊ ഒരു സ്ത്രീകള് കേറിക്കൂടാ അല്ലെങ്കിൽ സ്ത്രീകള് കേറണം എന്ന് അതല്ല അത് വിഷയം. എന്റെ പ്രശ്നം അതൊന്നും ആയിരുന്നില്ല. എന്റെ പ്രശ്നം വാസ് when the state decided to interfere. മനസ്സിലായില്ലേ? അതൊരു സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്തപ്പോഴും ഇവിടുത്തെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാന വക്താക്കളായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ അവരതിനെ സ്വാഗതം ചെയ്യാണ് ചെയ്തത് ഇനീഷ്യലി. അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ പിന്നീടാണ് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ മാനം വരുന്നതും അത് പിന്നീട് നമ്മൾ കാണുന്ന രീതിയിലേക്ക് തിരിയുന്നതും.
അതെ. പിന്നെ അത് അവിടെ മാത്രമല്ല, അവിടെ കേറാൻ വന്ന പെണ്ണുങ്ങളും ഇറ്റ് വെൻ ടോട്ടലി ഓക്കെ, ഔട്ട് ഓഫ് അതൊക്കെ ഹാൻഡ്. അതൊക്കെ മനസ്സിലായില്ലേ? അത് അത് അതൊക്കെയാണ്. കംപ്ലീറ്റ്ലി അതിനെ ഒരു ഞാൻ പറയുന്നത് അത് ഇറ്റ് മേഡ് എ മോക്കറി ഔട്ട് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു തമാശയായിട്ടാണ് എല്ലാവരും അതിനെ പിന്നെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാ പിന്നെ യെസ്, അതെ. ഇവിടെ കയറി നോക്കാം. ഏതോ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകുന്നത് പോലെ ഒരു ലാഘവത്തോടെ അത് എടുത്തപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് പിന്നെ എന്താ പറയാ, ഇവിടെ കുറെ മോഡറേറ്റ് ആയിട്ടുള്ള ഹിന്ദുസ് നിങ്ങളുടെ അതൊരു നിങ്ങളുടെ അല്ല ഞാൻ വിശ്വാസത്തെ അതിനെ അവമതിക്കുന്നു എന്നുള്ള തോന്നലാണ് അവിടെ പെട്ടെന്ന് വരിക. അങ്ങനെ കാരണം പൊതുവേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പൊ ഞാനൊക്കെ വളർന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ഫാമിലിയിൽ വളർന്ന വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ സ്ത്രീ പുരുഷ സമത്വം ഒന്നും ഞങ്ങളെ ഫാമിലിയിൽ ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയായിട്ട് പുരുഷനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ കാരണവന്മാര് ഇരുന്ന വീട്ടിലാണ് ഞാൻ വളർന്നത്. പക്ഷെ അവിടെ പോലും മതം ഒരു ഡിസ്കഷൻ അല്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ അതിന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കുക. നമുക്ക് പറയുന്നുണ്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക. പക്ഷെ ഞാൻ എന്റെ കുട്ടികളെ ഒന്നിനും ഫോഴ്സ് ചെയ്തിട്ടില്ല, ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാനും എന്റെ ഹസ്ബൻഡും രണ്ടുപേരും ഫോഴ്സ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ, കാരണം ഞങ്ങള് വിശ്വസിക്കുന്ന വെച്ചാൽ, രണ്ടുപേരും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നാച്ചുറലി ഓർഗാനിക് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തിനോടും ഉള്ള ഒരു വിശ്വാസം, അതിന് മാത്രമേ ഒരു സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളുടെ പുറത്തൊന്നും അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പുണ്ടാവില്ല. കുറച്ചു ദൂരം ഓടുമായിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു അത്രയും ഹൈപ്പറായിട്ട് നമ്മൾ ഓവർ ജനറേഷൻസ് ഫോക്കസ് ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഇല്ല. ഈ ശബരിമല വിഷയത്തിൽ തന്നെ സ്ത്രീകൾ പോണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതല്ലേ? നമുക്കും എപ്പോ വേണമെങ്കിലും അയ്യപ്പനെ പോയി കാണാം. 19 വർഷം അയ്യപ്പനെ കാണാൻ കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോ എനിക്ക് ശബരിമല പോകാനായിട്ട് 60 വയസ്സ് കഴിയണം, ഇനിയും ഉണ്ട് വർഷങ്ങൾ ബാക്കി. അപ്പോ ഈ വിഷയമായില്ലായിരുന്നു അല്ല, അപ്പൊ വിഷയമായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ആ സന്തോഷമായിരുന്നു. ഞാൻ ഇത് പല സ്ത്രീകളോടും ഞാൻ സംസാരിച്ചു, പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകൾ. ആ സമയത്ത് ഒരുപാട് ഡിസ്കഷൻസ് കുടുംബത്തിലും അല്ലാതെയും ഒക്കെ നടന്ന സമയത്ത് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതില് പല മുതിർന്ന സ്ത്രീകളും പറയുന്നതെന്ന് പറഞ്ഞാല് അവരെ എന്നെ കാട്ടിയെല്ലാം വളരെ വിശ്വാസിയാണ് ചേട്ടാ. ഞാനൊരു വലിയ വിശ്വാസിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനൊരു കസ്റ്റമൈസേഷൻ ചെയ്യുന്ന ഒരു വിശ്വാസിയാണ്. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വല്യമ്മമാരും അവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, അവർക്ക് ഈ വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അവർക്കൊരു തപസ് പോലെയാണ്. മനസ്സിലായില്ലേ? അവർക്ക് ആദ്യം കുഞ്ഞിലേ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പ്രായത്തിൽ അവർക്ക് അതൊരു നിഷ്ഠ പോലെയാണ്. അപ്പൊ അതിനെതിരായിട്ട് അവർ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തു. ദേ ഫെൽറ്റ് ഹെൽപ്ലെസ്. മനസ്സിലായില്ലേ? ഞങ്ങള് ഇത്രയും ജനറേഷൻസ് ആയിട്ട് കാത്തു സൂക്ഷിച്ചു വന്ന ഒരു സാധനത്തിനെ, ആരെയും ഉപദ്രവിക്കാത്ത ഒരു കാര്യത്തിനെ സ്റ്റേറ്റ് ഇടപെട്ട് അതിനെ ഫോഴ്സ് ചെയ്യുക, അതിനെ പുഷ് ചെയ്യുക, ആൻഡ് പ്രൊമോട്ടിങ് പീപ്പിൾ ടു ഡു ഇറ്റ്. അത് ഒരു സ്റ്റേറ്റും ചെയ്യാൻ പാടില്ല. യെസ്, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലി ഇപ്പം നേരത്തെ, സോറി ഞാൻ താങ്കളുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, സോറി, ഐ എം എക്സ്ട്രീംലി സോറി. അപ്പം പുള്ളി പറഞ്ഞ പേര് പോക്കിരി എന്നാണോ? അത് സ്വഭാവം പോക്കിരിയാണോ? അപ്പം അതെ, ഓക്കെ, സോറി കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു, എക്സ്ട്രീംലി സോറി. അപ്പം പുള്ളി പറഞ്ഞ കാര്യം ഐ എഗ്രി. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഞാൻ എഗ്രി ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഓക്കെ, ബട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന ക്ലാഷ്, ടെക്നിക്കൽ ക്ലാഷ്, എവറിഥിങ് എഗ്രി. പക്ഷെ അതിനെ നമ്മൾ വി എക്സ്പെക്ട് അല്ലേ, നിങ്ങൾ ആ പറയുന്ന ഫെയർനെസ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു നിയമം, ഓക്കെ, സുപ്രീം കോടതി ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പാസ്സാക്കി, ഫൈൻ, അഗ്രീഡ്, ജഡ്ജ്മെന്റ് ഇസ് ദെയർ, പോകുന്നവർക്ക് പോവാം, ബാക്കി വിശ്വാസികൾ നോക്കിക്കോട്ടെ എന്നുള്ളൊരു വിചാരം അവർക്ക് ഉണ്ടാവണമായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാലേ അടങ്ങുള്ളൂ എന്നുള്ള ഒരു വാശി വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതിനെതിരെ ഇതായി. ഞാൻ പറഞ്ഞേ, വളരെ മോഡറേറ്റ് ആയിട്ട് ചിന്തിക്കുന്ന 40-40 വയസ്സുള്ള ആൾക്കാർ പോലും, അതായത് നമ്മൾ ചെറുപ്പക്കാരെന്ന് പറയുന്ന ആൾക്കാർ പോലും എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു വേവ് ആണ്. ഇപ്പൊ നിങ്ങൾ പല ഹിന്ദു കുടുംബങ്ങളിൽ പോയാലും ഇപ്പൊ ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇവർക്ക്. മാത്രമല്ല, ഇത്രയും കാലം മതം കുട്ടികളെ പഠിപ്പിക്കാത്തവര് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോ. അത് മനസ്സിലായില്ലേ? ഇതാണ് നമ്മള്, ഇതാണ് ഹിന്ദുക്കള്, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ പാരമ്പര്യം, ഇതാണ് നമ്മൾ നൂറ്റാണ്ടുകളോളം നിലനിന്ന പാരമ്പര്യമാണ്. അത് അവര് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അത് ഞാൻ അതാണ് പറഞ്ഞത്.
അത് ഒരു റിയാക്ഷൻ. പറഞ്ഞോളൂ സോറി ജസ്റ്റ് ശ്രീജയ്, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ശബരിമലയുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്തുകൊണ്ടാണ് അത് ഒരു ഇഷ്യൂ ആയി കേരളത്തിൽ മാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബരിമല പ്രധാനമായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ട് ഉള്ളൊരു വിശ്വാസമാണ് ഹിന്ദുക്കൾക്ക്. അതൊരു കാരണമാണ്. അത് നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. അപ്പൊ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ വേറെ എന്ത് വിശ്വാസത്തെ നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷെ ശബരിമല പോലത്തെ ചില ഐക്കൺസ് ഉണ്ട്. അതിപ്പോ രാമൻ നമ്മുടെ നോർത്തിലെ ഒരു ഐക്കൺ ആകുന്ന പോലെ, നമ്മളിപ്പോ ഇന്ദ്രനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരിന്ദ്രൻ, ഹൂയിസ് ഇന്ദ്രൻ, ഇന്ദ്രനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം. അതെ, പക്ഷെ രാമനെ കുറിച്ച് അപ്പൊ അങ്ങനെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞ ഇത് അത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ ആ ഒരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഹിന്ദു മതത്തെ നവീകരിക്കാൻ വേണ്ടി സർക്കാരിന്റെ പ്രത്യേക ഉത്സാഹമുണ്ട്. പക്ഷെ അത് പലപ്പോഴും എന്താ പറയാ, നേരെ ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാക്കാറ്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ മതത്തെ ഇത് സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പൊതു സ്ഥാപനങ്ങളൊന്നും മതവുമായി ഇടപെടരുത്. അത് നമ്മൾ പറയുന്ന ഈ സെക്യുലറൈസേഷന്റെ ഭാഗമാണ്. അവരെ പാട്ടിന് വിട്ടേക്കുക. പക്ഷെ വീണ്ടും ഭരണകൂടം നാളെ തീരുമാനിക്കുകയാണ് എന്ത് എല്ലാ മതസ്ഥാപനങ്ങളും ലിംഗസമത്വം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പോകുന്ന ഒരു മത ശാഠ്യം എന്നുള്ളത് അത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോ ഏത് സ്ഥാപനം, മാവോയിസ്റ്റുകളെ പോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഫാക്ഷൻസും കാര്യമൊക്കെ അവര് പ്രശ്നം വന്നപ്പോഴാണ് അവർ വികസനത്തിന് തടയിടുന്നു. അല്ലെങ്കിൽ ഇപ്പൊ കമ്മ്യൂണിസം അതുപോലെ തന്നെയാണ് മതവും. ഇങ്ങനെ വലിയ പ്രശ്നം മുടക്കി നിൽക്കാൻ പാടില്ല. അവർ ഭരണകൂടത്തെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് ഇപ്പൊ യൂറോപ്പിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ഫിൻലൻഡുകാരും ഡച്ചുകാരും ഒക്കെ എത്ര സന്തോഷവാന്മാരാവുന്നത്, അവരുടെ ഭരണകൂടത്തെ അവര് വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ട്രസ്റ്റ് ഇന്ത്യയിലെ സംഖ്യകൾക്ക് പോലും സംഖ്യകളില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ആളുകളായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് നമ്മുടെ ഈ അംബാനി അദാനി എന്ന് പറയുമ്പോ തന്നെ ചില സമയത്ത് അവരുടെ മനസ്സ് ഇളകും. അപ്പോ ഈ ട്രസ്റ്റിൽ നിന്ന് പലപ്പോഴും വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രശ്നമായി വരും. അപ്പോ ഇത് ഇപ്പൊ നിങ്ങൾക്കറിയാം, മോഹൻ ഭാഗവത് നമ്മുടെ ഈ RSSന്റെ അദ്ദേഹം പറഞ്ഞു എല്ലാ പള്ളികളുടെ അടിയിൽ അമ്പലം തരേണ്ടെങ്കിൽ അത് അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് ഈ RSSനൊക്കെ വരുന്ന മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. പക്ഷെ അത് അംഗീകരിക്കാത്ത ചില വിഭാഗം ഇവിടെ ഉണ്ട്. അവരാണ് പോയി കേസ് കൊടുക്കുന്നത് വീണ്ടും. ഞാൻ അതാ പറഞ്ഞത്, നമ്മള് ഈ RSS എന്ന് പറഞ്ഞിട്ട് അത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഇതിലും വലിയ തീവ്രമായിട്ട് RSS നിലനിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷെ ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു മോഡറേറ്റ് ഹിന്ദുസ് കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അവരും കുറച്ച് റാഡിക്കലായിട്ട് ചിന്തിക്കാന്ന് തന്നെ പറയാം. എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ പേര്. എനിക്ക് പരിചയമുള്ള കുറെ പേരിൽ ഞാൻ മാറ്റം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു അവരത്ര റാഡിക്കൽ ആവില്ല. ബിക്കോസ് ബൈ നേച്ചർ അങ്ങനെയല്ല. അപ്പൊ ആ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റം സംഘപരിവാറിലും വന്നാലേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അവര് ഇനി നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തിനും കൂടി ഞാൻ മറുപടി പറയാന്ന് വിചാരിച്ചു. ഈ ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ശബരിമലയിലേക്ക് ഇപ്പൊ ഇനി നിങ്ങൾ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊന്നും പറയണ്ട, ആർത്തവാണെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു മതം അവരുടെ ആചാരത്തിന്റെ കാരണം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയൊരു വിഷയമല്ല. പക്ഷെ അത് നമ്മുടെ ഈ കാലഘട്ടത്തിലാകുമ്പോൾ അത് വെളുപ്പിച്ച് പറയും എന്നുള്ളതാണ്. ആർത്തവാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്ത് പറയരുത്, അവിടെ വരുമ്പോ സ്ത്രീകൾ വന്നാൽ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നത് അതിന് ഒരു പ്രത്യേകിച്ച് കാര്യമില്ല. അവിടെ സ്ത്രീകൾ വന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ശബരിമലയിലെ അയ്യപ്പനെ പോയിട്ട് ഒരു 11 വയസ്സുകാരി കണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ 11.2 അല്ലെങ്കിൽ 10.3 അതൊന്നും ഒരു പ്രശ്നമല്ല. അത് എന്റെ അഭിപ്രായത്തില് കേരളത്തിലെ ഹിന്ദുക്കളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐക്കൺ ആയതുകൊണ്ട് അത് ഇഷ്യൂ ആയി. കറക്റ്റ് ആണ്, സെൻസിറ്റീവ് ആണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. അത് ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് തന്നെ പറയുന്നു. നമ്മള് മറ്റ് ദൈവങ്ങളെ പോലെ അല്ല നമുക്ക് അയ്യപ്പനും ഗുരുവായൂരപ്പനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊക്കെ ഞങ്ങൾക്ക് വളരെ എന്താ പറയാ, ഇത് എനിക്ക് തോന്നുന്നു എന്താന്ന് പറഞ്ഞാല് അയ്യപ്പന്റെ സംഭവം ഞാൻ മനസ്സിലാക്കിയ സംബന്ധിച്ച് ആ പ്രോസസ് ഉണ്ടല്ലോ, ദ പ്രോസസ് ഓഫ് ആക്ച്വലി ഗോയിങ് ദെയർ ആൻഡ് ഡൂയിങ് ഇറ്റ്, അതൊരു വലിയൊരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. മനസ്സിലായി? വൃശ്ചിക മാസമായാൽ 41 ദിവസം വ്രതം എടുക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്രതം എടുക്കാറുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് വ്രതം എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഒരു വ്രതം ഇല്ലാതെ സുഖമായിട്ട് പോയിട്ട് വരുന്ന ആൾക്കാരെയും എനിക്കറിയാം. ഒരു ദിവസം വ്രതം എടുത്തും വിശ്വാസിയായ സ്ത്രീ ഇല്ല, അത് കഴിഞ്ഞിട്ട് പോവാം, കുഴപ്പമില്ല. നമ്മൾ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്, ആളെയും കൂടി വിളിക്കാം. ഒരു സംഖ്യയാണ്, പുള്ളിയുടെ കൂടി അഭിപ്രായം അറിയാലോ. ജയയുടെ ഒരു ഒറ്റ കാര്യം കൂടി മറുപടി പറഞ്ഞിട്ട് പോവാം. ഞാൻ പെട്ടെന്ന് പറയാം.
മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കാൻ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ വീണ്ടും അത് വിവാദം സാധ്യതയുണ്ട്. ഇപ്പൊ സിഖുകാരും ഹിന്ദുക്കളുടെ ചില സെക്ടുകളും തമ്മിലുള്ള പോലെയുള്ള വിവാഹ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ അത് ഒരു കൂട്ടർ മതം മാറ്റാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ നടക്കൂല. പരസ്പരം ഇപ്പൊ എന്റെ കുടുംബത്തിൽ തന്നെ ഒരാള് ഒരു സ്ത്രീ ഹിന്ദു വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവര് അങ്ങനെ വിവാഹം കഴിച്ചു പോയതാണ്. അപ്പൊ അതൊരു വിഷയമായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാതിരിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ സംഭവം മാറണം. പക്ഷെ അതല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കൂട്ടര് അവരെ മതം മാറ്റാനും ഈ പരിപാടി ഒരു ഐറ്റമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. എല്ലാ സമൂഹത്തിലും കൾച്ചറലി ആണെങ്കിലും റിലീജിയസ്ലി ആണെങ്കിലും ഇന്റഗ്രേറ്റഡ് ആവണമെങ്കിൽ വിവാഹ ബന്ധങ്ങളും അങ്ങനത്തെ കുടുംബ ബന്ധങ്ങളും ഉണ്ടാവും. അത് കൂടുതൽ മിക്സ്ഡ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിന് തന്നെ ഒരു പ്രസക്തി ഇല്ലാതാവും. കാരണം അവർക്ക് ഒരു സൈഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ എന്റെ അടുത്ത ജനറേഷൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആയി കഴിഞ്ഞാൽ ദേ കനോട്ട് ചൂസ് എ സൈഡ്. അല്ലെ, അച്ഛന്റെ സൈഡോ അമ്മയുടെ സൈഡോ ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞത് ഞാൻ അഗ്രി ചെയ്യുന്നു. കല്യാണം കഴിക്കുന്നതിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിക്കാനായിട്ട് മതം മാറിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് അതിന്റെ പിറകിൽ അവിടെ സ്നേഹമുണ്ടോ, അവിടെ ഇഷ്ടമാണോ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു മുൾമുനെ നിർത്തിയിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് പോലെയാ തോന്നുന്നത്. ബട്ട് അതർവൈസ് ആരെ കല്യാണം കഴിച്ചാലും ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. നമ്മളിപ്പോ മതം ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്കിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ എക്സാമ്പിൾ കമ്പയർ ചെയ്തു ഈ പറയുന്ന എന്താ പറയുക ഈ മുസ്ലിം സ്ത്രീകൾ ഈ പർദ്ദ ധരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേ സ്വത്തവകാശം അത് ഈ എന്താ പറയുക ശബരിമല പോലുള്ള അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഈസ് എ സിവിൽ ഡിസ്കോഴ്സ്. ഒന്നെന്ന് പറയുന്നത് സിവിൽ നിയമങ്ങളും മറ്റുള്ള പബ്ലിക് സ്ഥലങ്ങളിലും എല്ലാവരും ജീവിക്കുന്ന രീതിയാണ്. അമ്പലം, പള്ളി, ചേർച്ച് ഇത് ഏതായാലും അല്ലെങ്കിൽ ജൈനന്മാരുടെ ബുദ്ധന്മാരുടെ ആരുടെയായാലും ഇതൊക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ റിലീജിയസ് പ്ലേസസ് ആണ്. എന്താ പറയുക അതൊരു ആൾക്കാരുടെ ഒരു പബ്ലിക് ഇതിൽ വരുന്ന പബ്ലിക് പ്ലേസ് എന്ന രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും അങ്ങനെയല്ല. അതൊരു ബേസിക്കലി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നോൺ സെക്യുലർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. സോ എല്ലാ ഇതിനും അതിൻ്റെതായ ആചാരങ്ങളും കാര്യമുണ്ട്. ഈ പറയുന്ന ഈ കല്യാണം കഴിക്കുന്നത് സ്വത്താവകാശം അല്ലെങ്കിൽ ഇതൊന്നും ആചാരങ്ങളല്ല. ഓക്കെ, ഇവിടെ വരുന്ന എന്താണ് ഇപ്പൊ അമ്പലത്തിലെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിപ്പോ ഒരു വിവേചനം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു കാര്യമില്ല. കാരണം ശബരിമലയിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ കയറാൻ പാടില്ല എന്നൊരു ഇതുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് കയറാൻ പാടില്ല എന്നുള്ള അമ്പലങ്ങളും വേറെയുണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. സോ ഇതൊരു ഇൻഇക്വാലിറ്റിയുടെ കാര്യത്തെക്കാൾ കൂടുതൽ ഇതൊരു കോൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആളൊന്നല്ല. പക്ഷെ അവിടെ അയ്യപ്പന്റെ ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഒരു ബ്രഹ്മചര്യം എന്ന് പറയുന്ന സംഭവമാണ്. ആ ഒരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ചില ഇത് വരുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ എന്താ പറയുക പള്ളിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ എടുത്തു അവിടെ ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാരുണ്ട്. അച്ഛന്മാരുടെ സമയത്ത് നമ്മൾ കൊണ്ടിട്ട് അമ്മമാരെ പ്രതിഷ്ഠിക്കണം എന്നാരും പറയുന്നില്ല. അങ്ങനെ നോക്കുക അധികം. സോ അത് ഓരോ തരത്തിലുള്ള ആചാരങ്ങളാണ്. ഒരു ആചാരങ്ങൾ അവിടെ ഒരു എന്താ പറയാ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഫിസിക്കലിയോ അല്ലെങ്കിൽ മെന്റലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോർച്ചറോ ഇങ്ങനെ ഒന്നും നടക്കാത്തടത്തോളം കാലം അതിൽ ഒരു സർക്കാരോ ബാക്കിയുള്ള ആൾക്കാരോ നിയമമോ കോടതിയോ പോയിട്ട് ഒരിക്കലും ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം സെക്യുലർ ഈ പറയുന്ന ഈ നിയമങ്ങൾ ഇതൊന്നും എന്താ പറയുക വേണമെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേറെ പുതിയൊരു അമ്പലം ഉണ്ടാക്കിയിട്ട് അവർക്ക് അവിടെ തോന്നിയ നേരം പോവാം. ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നൊന്നുമില്ല. അവിടെ ഉള്ള ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിൽ മാത്രമുള്ള ഒരു കഥയെ അടിസ്ഥാനത്തിലാക്കിയിട്ടുള്ള സംഭവമാണ്. അതിപ്പോ എല്ലാ മതത്തിലുണ്ട്. അങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ലോകത്തിൽ ഇന്ത്യയിൽ പിന്നെ ഒരു നിയമം എന്താ ഒരു മതങ്ങളുണ്ടായാലും ഒരു അമ്പലം ഉണ്ടായാലും ഒന്നും ഉണ്ടാവില്ല. എല്ലാം പൊളിച്ചെഴുതാണ്ട് വരും. സോ ആചാരങ്ങളും ഈ പറയുന്ന സിവിൽ ഡിസ്കോഴ്സും രണ്ടും വേറെ വേറെയാണ്. സോ ആ ഒരു കമ്പാരിസൺ ബേസിക്കലി ഇല്ലോജിക്കലാണ് എന്നതാണ് എൻ്റെ ഒരു പോയിന്റ്. ഞാനതിൽ പറയാം. അതായത് നമ്മളവിടെ പറയുന്നത് കോടതി അതിലേക്ക് കൊണ്ടുവെക്കുന്ന കാര്യം റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന വിഷയം, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന വിഷയം, ഇത് സത്യത്തിൽ ഈ സംഗതി എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ശബരിമല എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ ഓപ്പൺ ആക്കണം, അതിൽ ആചാരത്തെ പോലും അവിടെ മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ചെയ്യുന്ന എന്താണ്, ഒരു മതത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഗതി, അത് കോൺസെപ്റ്റ് ആവാം, നിയമമാവാം, എന്തോ ആവാം, ആ സംഗതിയുടെ മുകളിലേക്ക് ഒരു സംഗതിയെ വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടി. അത് ചെയ്യുമ്പോൾ അത് ഒരു മതത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു എന്നതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കണ്ണ് മൂടിക്കെട്ടിയിട്ട് ചെയ്യുന്ന ആ പരിപാടി അത് എല്ലാ മതത്തിനും ഒരേപോലെ ചെയ്യാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ഓരോ മതത്തിനുള്ള ആചാരങ്ങളും അവരുടെ മത നിയമങ്ങളും അത് അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന സംഗതികൾ അത് അവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവണം. ഇത്
അതല്ല ഇവിടെ നടക്കുന്നത്. ഇത് ചില മതങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഒരു സെറ്റ് ഓഫ് റൂൾസ്, അത് ബാധകമാകേണ്ട ഒരു ബാധ്യത അത് ചില മതങ്ങൾക്ക് മാത്രമായി വെക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ആ കമ്പാരിസൺ കൊണ്ടത്. സുന്നത്തിന്റെ പോലത്തെ കാര്യങ്ങൾ പറയും. പലതും യെസ്. ഇപ്പൊ നമ്മളുടെ സുന്നത്തിന്റെ കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അത് ആചാരമല്ലേ? അവരെന്താ ചെയ്യുന്നത്? അതിൽ ഇടപെടേണ്ട, കോടതിക്ക് ഇടപെടാൻ കഴിയും. നമ്മുടെ പ്രശ്നം അതാണ്. ഒരു ടോപ്പിക് അല്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിലും ഇടപെടണം. അതെ, ഇടപെടാൻ നിന്നാൽ എല്ലാത്തിലും ഇടപെടണം, ഇല്ലെങ്കിൽ ഇടപെടാൻ നിൽക്കരുത്. ഈ ഒരു കേസിൽ തന്നെ എന്തുകൊണ്ട് വിധി അങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഇതിനു വേണ്ടി വാദിച്ചത്? ഇവിടുത്തെ ടെമ്പിളും ഗവൺമെന്റും സർക്കാർ അങ്ങനെ ഒരു നിലപാട് എടുത്തത് കൊണ്ടാണ് കോടതി ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ അവരും വലിയ ആവേശത്തിൽ വലിയ നവോത്ഥാനം ഇറക്കിക്കളയാം എന്ന രീതിയിൽ അവരും കൊണ്ടുവന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് വാദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ പോയിന്റിൽ അത് ഇപ്പം മറ്റേ സാഹിബിക്കൊക്കെ തിരിച്ച് വാദിക്കുന്നുണ്ട്. അതിൽ അത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് സർക്കാർ അങ്ങനെ നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കോടതി അത് തുറന്നു കൊടുത്തത്. അത് ഒരു ലീഗൽ പോയിന്റിൽ കൗണ്ടർ ചെയ്തിരുന്നെങ്കിൽ കോടതി അതിൽ ഇടപെടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ മാഡം സൂചിപ്പിച്ച കാര്യം തന്നെയാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതായത് സത്യത്തിൽ ഇത് ഇത്ര വലിയ വിഷയമാകില്ലായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇത് ഒരു മതത്തിന്റെ മണ്ടയ്ക്ക് മാത്രം കയറുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവെക്കുമ്പോൾ, എന്നിട്ട് അതിനകത്ത് പൊളിറ്റിക്കൽ ഗെയിനും കൂടി ഇത് വഴി തുറന്ന് ഇടുന്നത് കാണും. സ്വാഭാവികമായിട്ട് അതിനകത്ത് റിപ്പർക്കഷൻസ് ഉണ്ടാവും. അതാണ് കോടതി ഇടപെട്ടത്. ഇപ്പൊ അവിടെയുള്ള ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ഒന്നും സത്യം പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കില്ലായിരുന്നു. അത് ഇഷ്യൂ എന്തുകൊണ്ട് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടി, പ്രത്യേകിച്ച് പേരെടുത്ത് കഴിഞ്ഞാൽ CPM-ഉം പിണറായി വിജയൻ ഈ ടീം അവരതിൽ കയറി ഒന്ന് ഗോൾ അടിച്ച് നമുക്കൊന്ന് സ്കോർ ചെയ്ത് നവോത്ഥാനം ഇതാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അവര് കുറെ കുത്തിക്കയറ്റിയത് കൊണ്ടാണ് പിന്നെ ഈ പറയുന്ന RSS അടക്കം നിലപാട് മാറ്റിയത്. അങ്ങനെ ഇപ്പോ എന്താ പറയാ നമ്മുടെ തലക്കിട്ട് ചെയ്യാനുള്ള രീതിയിൽ അതാണ് നടന്നത്. അതന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഡിസ്കഷനായി. ആദ്യമേ ഞാനൊരു കാര്യം പറയുന്നത്, ഇതുപോലെ ഇങ്ങനെയുള്ള വേദിയിൽ ഇപ്പം നമ്മൾ ഇത്രയും നേരം ഓൾമോസ്റ്റ് 3 hours ഇരുന്നിട്ട് ഒരു വനിതയെങ്കിലും ഇതുപോലെ ധൈര്യപൂർവ്വം കയറി വന്ന് ഇങ്ങനെ പറയാൻ വേണ്ടി ശ്രമിച്ചല്ലോ, അതൊരു വലിയ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സാധാരണ ആളുകൾ അതിന് വേണ്ടി ഇറങ്ങി തിരിക്കാറില്ല. ഇതെല്ലാവരും കാണേണ്ടതാണ്. ഞാനത് പറയുമ്പോൾ സ്ത്രീ വിരുദ്ധതയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ ചാനലിൻ്റെ ഡെമോഗ്രാഫിക്സ് നമുക്കിവിടെ കാണാം. അതിൽ 85% പുരുഷന്മാരാണ്. അതിൽ താഴെയുള്ള ഈ 15-16% ആളുകൾ മാത്രമാണ് സ്ത്രീകൾ ഇത്തരം ആക്ടിവിറ്റീസ് കാണുന്നുള്ളൂ എന്ന് വരുന്നിടത്ത് അതിൽപ്പെട്ട ഒരാൾ ഇതുപോലെ മുന്നോട്ട് വന്ന് അഭിപ്രായം പറയുന്നു, ഇത്രയും നേരം ഇതിൽ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ബാക്കിയുള്ള സ്ത്രീകളും കാണേണ്ട കാര്യമാണ്. ഞാൻ എന്തായാലും ഈ ഭാഗം കട്ട് ചെയ്ത് വേറൊരു വീഡിയോ ആക്കി ഇടുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ, അത് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് സ്ത്രീകൾ കേൾക്കേണ്ട കാര്യമാണ്. ഓക്കെ അല്ലേ? ഹലോ ജോജോ കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാന്ന് തോന്നുന്നു. മ്യൂട്ടാണ്. ഓക്കെ, എന്തായാലും അത് വേറെ വീഡിയോ കട്ട് ചെയ്ത് ഇടാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ മ്യൂട്ടാണ്, പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും മൗനം സമ്മതമാണെന്നാണല്ലോ സാധാരണ പറയാറ്. മ്യൂട്ട് ചെയ്തതാണ് ഞാൻ, പുള്ളി സംസാരിക്കുമ്പോഴത്തേക്ക് മ്യൂട്ട് ചെയ്തിട്ടതാണ്. ആയിക്കോളും, നിങ്ങൾ കട്ട് ചെയ്ത് ഇട്ടോളൂ, നമ്മള് പബ്ലിക് ഫോറത്തിലല്ലേ സംസാരിച്ചത്. യെസ്. അപ്പോൾ വളരെ നന്ദിയുണ്ട് ജോയിൻ ചെയ്തതിന്. നമുക്ക് ഇനിയും കാണാം ഇതുപോലെ. അപ്പോൾ ഭാരത് ജോയിൻ ചെയ്തതിന് നന്ദി. താങ്ക് യു സർ, അവസാനം വന്ന് സംസാരിച്ചു സർ. താങ്ക് യു. ഓക്കെ.